തളം കെട്ടിക്കിടന്ന ചോരക്കിടയിൽ നിന്ന് ആ രണ്ട് മൃതശരീരങ്ങളും പോലീസുകാർ ആംബുലൻസിലേക്ക് മാറ്റുന്നു. ഒരു പാവ അനാഥമായി നിലത്ത് കിടപ്പുണ്ടായിരുന്നു. ബൈക്കിലും കാറിലുമെല്ലാം ഏജിനെ പിന്തുടർന്ന ആളുകളുണ്ടായിരുന്നു. ഒരു മാളിനുള്ളിൽ കൂടി വരെ അവൻ ബൈക്ക് ഓടിക്കുന്നു. അവസാനം അവരാൽ ചുറ്റും വളയപ്പെടുന്നു. ലിഫ്റ്റ് തുറന്നതും അതിനുള്ളിലേക്ക് ബൈക്ക് ഓടിച്ച് കയറ്റി ടെറസിലെത്തുന്നു അവൻ. ആകെ ടെറസിൽ പെട്ടുപോകുന്നു. അവസാനം വഴിയില്ലാതെ ടെറസിൽ നിന്നവൻ ബൈക്ക് സഹിതം താഴേക്ക് ചാടുന്നു. നേരെ ചെന്ന് വീണതോ ഒരു സ്വിമ്മിംഗ് പൂളിൽ. അവിടെ നിന്ന് നീന്തി കയറിയിട്ട് ടെറസിൽ നിൽക്കുന്നവരെ നോക്കി ഒരു പുച്ഛിച്ചിരി ചിരിച്ചിട്ട് അവൻ പുറത്തേക്ക് പോകുന്നു. ഇത്രയ്ക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ താൻ മരിക്കില്ല എന്നവൻ ഉറപ്പിക്കുന്നു. നേരെ അവൻ ചെന്നത് ആ പെൺകുട്ടിയുടെ അടുത്താണ്. അവനെ കണ്ടതും അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അവനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കരുതി വരലായിരിക്കുമെന്ന്. പണം എവിടെ? ദാ ബോട്ടിലുണ്ട് കേട്ടാ. അവൻ തിരിഞ്ഞതും അവൾ അവനെ നേരെ നിറയൊഴിക്കുന്നു. അവൻ അങ്ങനെ അധോലോകമൊക്കെ വീട്ട് വീണ്ടും നരകത്തിന്റെ വാതിലിലെത്തുന്നു. ആ പെണ്ണിന്റെ കൈകൊണ്ട് ചാവാനായിരുന്നു എൻ്റെ വിധി. അവൾ എന്തിനാ എന്നെ കൊന്നത്? നീ എന്തിനാ മരിച്ചത്? പണം കാരണം. അത് നഷ്ടപ്പെട്ടതുകൊണ്ട്. ഇവിടെ അവൾ പണം ഒറ്റയ്ക്ക് നേടിയെടുക്കാനുള്ള ഗ്രീഡ് കാരണമാണ് നിന്നെ കൊന്നത്. നീ പൊട്ടൻ തന്നെ. മരണം അവനെ കളിയാക്കി ചിരിക്കുന്നു. അവന്റെ മുഖത്ത് ഒരു പുച്ഛം വിരിയുന്നു. കാരണം അവന് മാത്രം എടുക്കാൻ കഴിയുന്ന വിധത്തിൽ അത്രയും സെക്യൂർഡ് ആയിട്ടാണ് ആ പണം ബോർഡിൽ ഒളിപ്പിച്ചിരുന്നത്. അടുത്ത ബോർഡിൽ കയറുമ്പോൾ ആ പണം എടുത്തിട്ട് സന്തോഷത്തോടെ കഴിയാമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. നിന്റെ മുഖത്തിന്റെ പുച്ഛമോ? മരണം അവനെ വീണ്ടും വെടിവെക്കുന്നു. ഈ വട്ടം അവൻ വല്ലാതെ ഞെട്ടുന്നു. കാരണം അവനൊരു ജയിലിനകത്തായിരുന്നു. അതെ, അവനൊരു ജയിൽ പുള്ളിയായിരുന്നു. പോലീസുകാരൻ അവനെ സെല്ലിലേക്ക് കയറ്റിയപ്പോൾ അവൻ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇതുവരെ താൻ കയറിയ ബോഡിയുടെ ഓർമ്മ കിട്ടിയതുമില്ല. പോരാഞ്ഞിട്ട് എത്ര വർഷം ഇവിടെ കിടക്കേണ്ടി വരുമെന്നും ആരുടെ കൈകൊണ്ടാണ് തന്റെ മരണമെന്നും അവൻ അറിയില്ലായിരുന്നു. അത് ഒരു ജുവൈനൽ ഹോം ആയിരുന്നു. 18 വയസ്സ് തികയാത്ത കുറ്റം ചെയ്ത കുട്ടികളായിരുന്നു അതിൽ. രണ്ടും കൽപ്പിച്ച് അവൻ ഒരുത്തനോട് എത്ര നാൾ താൻ ഇവിടെ കിടക്കണമെന്ന് ചോദിക്കുന്നു. ബെസ്റ്റ്, നീ ഇത്ര വേഗം മറന്നോ? 4 ദിവസം കഴിഞ്ഞാൽ നമ്മൾ രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങുക. അതോടെ അവൻ ആശ്വാസമാകുന്നു. ആ റൂമിലെ മറ്റുള്ളവർക്ക് അവനോടൊരു ബഹുമാനവും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ആ റൂമിലെ അവസാനത്തെ പ്രിസണർ വരുന്നത്. അവനെ കണ്ടതും ബാക്കി എല്ലാവരുടെയും മുഖത്ത് ഭയം നിഴലിക്കുന്നു. അവൻ സൈക്കോ ആണ്. അത് ലീഡർ ചിക്കനായിരുന്നു. അവനെ കണ്ടപാടെ ഏജന്റ് പൊട്ടിക്കുന്നു. ബാക്കിയുള്ളവർ അവനെ പിടിച്ചു മാറ്റുന്നു. അവൻ സീരിയൽ സൈക്കോ കില്ലർ ആണ്. നിന്റെ വല്ലതും ചെയ്താൽ എന്ത് ചെയ്യും? അടങ്ങുന്നു നീ. പെട്ടെന്നാണ് ആ തിളക്കമുള്ള സാധനം മുന്നിലേക്ക് വന്നത്. എൻ്റെ പേര് ടൈസാൻ, വയസ്സ് 20. അവനൊരു MMA ഫൈറ്റർ ആയിരുന്നു. എന്നാൽ അവൻ്റെ ഫാമിലി വളരെ പുവർ ആയിരുന്നു. കളിക്കാരുടെ ശല്യം സഹിക്കവയ്യാതെ പണത്തിന് വേണ്ടി അവൻ ഒരു വലിയ പണക്കാരൻ ചെയ്ത കുറ്റം ഏറ്റെടുക്കുന്നു. അയാൾ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് ഒരു പെൺകുട്ടി ഇടിച്ചിരുന്നു. ടൈസാങ്ങിന് 18 വയസ്സൊന്നും തികഞ്ഞില്ലായിരുന്നത് കൊണ്ട് തന്നെ വാണിംഗ് കൊടുത്ത് പറഞ്ഞു വിടുകയുള്ളൂ എന്നാണ് പണക്കാരൻ്റെ വക്കീൽ പറഞ്ഞിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി വണ്ടി ഇടിച്ച് പെൺകുട്ടി മരണപ്പെടുന്നു. അതോടെ 2 വർഷം ജുവൈനൽ ഹോമിൽ കിടക്കാൻ കോടതി വിധിക്കുന്നു. പാവം ചെക്കൻ. അവൻ തന്നെ കാണാമെന്ന വക്കീലിനോട് കൂടുതൽ പണം ആവശ്യപ്പെടുന്നു. എൻ്റെ കരിയർ ഇതോടെ അവസാനിച്ചു. നഷ്ടങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. $1 ബില്യൺ എനിക്ക് വേണം. തന്നില്ലെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ആ നിമിഷം ഞാൻ നടന്നതെല്ലാം പരസ്യപ്പെടുത്തും. അതിനൊരു ജീവനോടെ ഇറങ്ങിയാലല്ലേ? അയാൾ പുച്ഛത്തോടെ ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസമാണ് ലീഡർ പയ്യൻ അവിടേക്ക് വന്നത്. എന്തെങ്കിലും ചെറിയ കുറ്റമായിരിക്കുമെന്നാണ് മറ്റുള്ളവർ കരുതിയത്. കൊലപാതകം, അതാ ഞാൻ ചെയ്തത്. ഇപ്പോഴും അതിനായി എൻ്റെ കൈ തരിക്കുകയാണ്. പാവം. അവിടെയുള്ള എല്ലാവരും അവനൊരു സൈക്കോ സീരിയൽ കില്ലറാണെന്ന് കരുതി പേടിക്കുന്നു. ആർക്കും അത് അവൻ്റെ ഒരു കള്ളത്തരമാണെന്ന് അറിയില്ലായിരുന്നു. സൈക്കോ സീരിയൽ കില്ലറോ? ഏജന്റ് നിലത്തിട്ട് അവനെ ചവിട്ടുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോട് അവൻ സ്കൂളിൽ ബുള്ളിയായിരുന്നുവെന്നും അവസാനം ഇമേജ് നഷ്ടപ്പെട്ട് ആർക്കും വിലയില്ലാതായി അതിന് കാരണം ഒരു പാവം ചെറുക്കനാണെന്ന് വിശ്വസിച്ച് അവനെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി കൊന്നിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും പറയുന്നു. ഇവനൊരു സീരിയൽ സൈക്കോ ഒന്നും അല്ല, എല്ലാം ഇവൻ്റെ അഭിനയമാ. ഒരു പ്രൊട്ടക്ഷൻ പോലെ അവനെ ലേബിൾ കൊണ്ട് നടന്നതാ. തങ്ങളെല്ലാം പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി ബാക്കിയുള്ളവരും അവനെ നന്നായിട്ടിട്ട് പൂച്ചിരുന്നു. ജയിലിൽ ജോലി ചെയ്യണമല്ലോ. ഏജന്റ് അന്ന് മരപ്പണിയായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വലിയ ബ്ലേഡ് തെറിച്ചു വരുന്നത് കണ്ട് ഏജന്റ് ഒഴിഞ്ഞു മാറുന്നു. അത് അവിടെ നേരെ തിരിച്ചുപോയി അത് മനഃപൂർവ്വം വിട്ടവൻ്റെ ദേഹത്തെ തന്നെ കൊള്ളുന്നു. ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആലോചിച്ചു നിന്നപ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം അവനെ നേരെ തിരിഞ്ഞ് ഇടിക്കാനൊരുങ്ങിയത്. നമ്മുടെ പയ്യൻ വിട്ടുകൊടുക്കുമോ? അവനെ നല്ല അടി തിരിച്ചു കൊടുക്കുന്നു. അവനെ ജീവനോടെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അടി. എന്തായാലും അവസാനം ഏജന്റ് തന്നെ ജയിക്കുന്നു. അവൻ എല്ലാവരെയും തല്ലി തോൽപ്പിക്കുന്നു. അന്ന് രാത്രി ലീഡർ പയ്യൻ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിലേക്ക് ചെല്ലുന്നു. മൂർച്ച കൂട്ടി വെച്ചിരുന്ന ആയുധം അവനെടുക്കുന്നു. ഇത് ഏജന്റ് കാണുന്നു. അവനത് പിടിച്ചു വാങ്ങി അവനിട്ട് 2 പൊട്ടിക്കുന്നു. നീ കാരണം എല്ലാവരും എല്ലാം അറിഞ്ഞ്. ഞാൻ കാരണമോ? നിന്റെ പുറകിൽ നിൽക്കുന്ന ആ പയ്യനാ എന്നോട് ഇതെല്ലാം പറഞ്ഞത്. എൻ്റെ അമ്മ ശ്യാമനായതുകൊണ്ട് പ്രേതങ്ങളെ കാണാൻ പറ്റുമോ? ലീഡർ ചിക്കൻ നടുങ്ങിപ്പോകുന്നു. അവൻ നിന്റെ തലയിൽ നൂഡിൽസ് ഒഴിച്ചിട്ടുണ്ടല്ലേ? കഷ്ടം. അതോടെ ലീഡർ പയ്യൻ അവനെ വിശ്വസിക്കുന്നു.
നീ ചെയ്തതിന് ഒരിറ്റുപോലും കുറ്റബോധം നിനക്കില്ലാത്തത് കൊണ്ട് നിന്റെ മരണം വരെ അവൻ നിന്റെ കൂടെ കാണും. അങ്ങനെ റിലീസ് ഡേറ്റിന് പോലും പോകും മുമ്പ് ആ പയ്യന്റെ പ്രേതം കൂടെയുണ്ടെന്ന് കരുതി പേടിച്ചിരിക്കുന്ന ലീഡർ പയ്യനെ കണ്ടിട്ടാണ് അവൻ ഇറങ്ങുന്നത്. എന്റെ കൈ കൊണ്ട് അവനെ തല്ലിക്കൊള്ളണമെന്നുണ്ട്, പക്ഷെ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പുറത്തിറങ്ങി അവനെ കാത്ത് പണവുമായി വക്കീൽ നിൽപ്പുണ്ടായിരുന്നു. അയാളോട് ആ പണം തനിക്ക് വേണ്ട എന്നവൻ പറയുന്നു. ഒരു ശല്യത്തിന് വരാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കാമെന്നും അവൻ പറയുന്നു. അങ്ങനെ അവൻ പൈസ വെച്ചിരുന്ന ആ ബോട്ടിൽ പോയി പണവും എടുത്ത് അവിടെ അടുത്ത് തന്നെയുള്ളൊരു കെട്ടിടത്തിലേക്ക് ചെല്ലുന്നു. ആ പൈസ ഒരുമിച്ച് തനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നവൻ മനസ്സിലാക്കുന്നു. ജുവൈനൽ ഹോമിൽ നിന്ന് വന്ന ഒരാൾക്ക് ഇത്രയും പൈസ എങ്ങനെ കിട്ടിയെന്ന ചോദ്യം വന്നാൽ താൻ കുടുങ്ങുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ആദ്യം ഒന്ന് ഉറങ്ങാം. അവൻ ഉറക്കമുണർന്നത് അവൻ്റെ അമ്മയെ സ്വപ്നം കണ്ടിട്ടായിരുന്നു. തൊട്ടപ്പുറത്തിരുന്ന് അവൻ്റെ ഫോണും റിങ് ചെയ്യുന്നു. അത് അമ്മയെന്നായിരുന്നു. അതെ, ടേസാങ്ങിൻ്റെ അമ്മയായിരുന്നു അത്. അല്പം മടിച്ചിട്ടാണെങ്കിലും അവനതെടുക്കുന്നു. മോനെ, എൻ്റെ പൊന്നു മോനെ, അവർ കരയുകയായിരുന്നു. അമ്മയോട് ക്ഷമിക്കണേ. അവൻ്റെ കണ്ണ് നിറയുന്നു. വീട്ടിലേക്ക് വരാൻ അവർ പറയുന്നു. അവൻ വരാമെന്ന് സമ്മതിക്കുന്നു. അവൻ വീട്ടിലേക്ക് പോകും മുമ്പ് തൻ്റെ കയ്യിലെ പണം രണ്ടായി തിരിച്ച് ഒരു ബാഗ് ലോക്കറിൽ വെക്കുന്നു. 4 ദിവസമാണ് അത് ലോക്കറിൽ സൂക്ഷിക്കാൻ പറ്റിയിരുന്നത്. മറ്റേ ബാഗ് ടേസാങ്ങിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനായിരുന്നു. ഒരു ഇടവഴിയിൽ കൂടിയായിരുന്നു വീട്ടിലേക്ക് ചെല്ലേണ്ടത്. താൻ എത്താറായെന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് നടക്കുന്നു. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ആരോ അവനെ വന്ന് കത്തികൊണ്ട് കുത്തുന്നത്. അതാരാണെന്ന് അവന് മനസ്സിലാകുന്നത് പോലുമില്ല. ആരതാ? തന്നെ ആരാ വിട്ടത്? ആരാണെന്നോ? നിനക്കെന്നെ ഓർമ്മയില്ലേ? എൻ്റെ മോളെ നീയല്ലേ ഇടക്കൊന്നത്? അന്ന് ആ ആക്സിഡന്റിൽ മരിച്ച പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു അത്. എൻ്റെ മോളെ കൊന്നിട്ട് 2 വർഷം, വെറും 2 വർഷമാണ് നിനക്ക് തടവ് കിട്ടിയത്. അതെവിടുത്തെ ന്യായം? വേദനയിൽ പുളഞ്ഞുകൊണ്ട് അവൻ മാപ്പ് പറയുന്നു. പക്ഷെ നിങ്ങളുടെ മോളെ കൊന്നത് ഞാനല്ല. എന്താ? അപ്പോഴേക്കും ആരുടെ കാൽപര്യമാറ്റം കേട്ട് അയാൾ അവിടെ നിന്ന് മാറുന്നു. ആവുന്നത് ഏജന്റ് കൂടെ ജയിലിലുണ്ടായിരുന്ന അവൻ്റെ സുഹൃത്തായിരുന്നു. അയ്യോ, എന്താണ് നിനക്ക് പറ്റിയേ? നീ ചാവില്ലല്ലോ. ഇല്ല, നീ വിഷമിക്കാതെ. എന്ത് വിഷമം? എൻ്റെ കൈകൊണ്ട് നിന്നെ കൊല്ലണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിക്കൊണ്ട് അവനെ നിർത്താതെ കുത്തുന്നു. നിന്നെ കൊന്നാൽ പണം തരാമെന്ന വക്കീൽ പറഞ്ഞേ. അത് വെച്ച് എനിക്ക് പുതിയൊരു ജീവിതം പടുത്തുയർത്താം. ഞാൻ തരാം നിനക്ക് പണം, പ്ലീസ് കൊല്ലരുത്. നിനക്ക് എവിടെ നിന്നാടാ പണം? വീണ്ടും അവൻ ആഞ്ഞു കുത്തുന്നു. നീല കണ്ണുകളോടെ അവൻ അടിച്ചുകൊണ്ടിരുന്ന തൻ്റെ ഫോണിലേക്ക് നോക്കുന്നു. അമ്മ എന്നതിൽ തെളിഞ്ഞു നിന്നിരുന്നു. നരകത്തിന്റെ വാതിലിന് മുമ്പിൽ കണ്ണു തുറന്നപ്പോഴും അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിന്നിട്ടില്ലായിരുന്നു. അത്രത്തോളം അവൻ ഹേർട്ടായിരുന്നു. എന്തായാലും മരണത്തിന് മുന്നിൽ അവൻ അടുത്ത് വെടിക്കായി വന്നിരിക്കുന്നു. ഇത്ര ധൃതിയായോ നിനക്ക്? മരണം ഒരു പുച്ഛച്ചിരിയോടെ അവനെ വെടിവെക്കുന്നു. ഈ വട്ടം കണ്ണു തുറന്നപ്പോൾ എത്രയും പെട്ടെന്ന് ലോക്കറിൽ വെച്ചിട്ടുള്ള പണം പോയി എടുക്കാനാണ് അവൻ ആദ്യം തീരുമാനിച്ചത്. എന്നാൽ അവന് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതെന്ന് എനിക്ക് അനങ്ങാൻ പറ്റുന്നത്? ഒന്ന് സംസാരിക്കാനും പറ്റുന്നില്ലല്ലോ. തൻ്റെ ഈ വട്ടത്തെ ശരീരം കണ്ടിട്ട് അവൻ തന്നെ ഞെട്ടുന്നു. കാരണം അതൊരു കുഞ്ഞായിരുന്നു. 4-5 മാസം മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞ്. കരയാനല്ലാതെ മറ്റൊന്നിനും ആ കുഞ്ഞിനറിയില്ലല്ലോ. അലറി അവൻ കരയുന്നു.